കാട്ടുമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നാം വളർത്തുന്ന മൃഗങ്ങൾ അനുസരിക്കുന്നവരും അച്ചടക്കമുള്ളവരും ബഹുമാനമുള്ളവരും സ്നേഹമുള്ളവരും ആയിരിക്കും. എന്നാൽ കാട്ടുമൃഗങ്ങൾ അങ്ങനെയല്ല. ഘോര ഹിംസ്ര സ്വഭാവമുള്ള ക്രൂരന്മാരായിരിക്കുന്ന മൃഗങ്ങളാണ് കാട്ടുമൃഗങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളും ഇതുപോലെയാണ്. നല്ലൊരു ഇടയന്റെ കീഴിൽ, നല്ലൊരു നേതൃത്വത്തിന്റെ കീഴിൽ വളരുന്ന അനുസരണയുള്ള വ്യക്തികളെയും നമുക്ക് കാണാം. എന്നാൽ ഇടയന്മാരില്ലാത്ത അല്ലെങ്കിൽ നല്ല നേതൃത്വം നൽകാൻ കഴിയാത്ത ഒരു കൂട്ടം ജനം അവർ തോന്നിയതുപോലെ ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെ ആക്രമിക്കുകയും സമൂഹത്തിന് വേണ്ടാത്തതും തിന്മയുടേതായിരിക്കുന്ന അംശത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾ നമുക്ക് എപ്രകാരമുള്ള വ്യക്തിത്വത്തിന് ഉടമകളായി തീരാം? മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ സഹതാപത്തിൽ പങ്കുചേരുവാനും അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വ്യക്തിത്വത്തിന് നാം ഉടമകളായി തീരുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ജീവിതം അപ്രകാരം സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സാന്ത്വനത്തിന്റെ ഉടമകളും വ്യക്തിത്വങ്ങളും ആയിത്തീരുന്ന അനുഗ്രഹത്തിന്റേതായിരിക്കുന്ന ദാതാവായി തീരട്ടെ. അനുഗ്രഹമാകട്ടെ നമ്മുടെ ഈ ജീവിതം.